അടിയും പൊട്ടും ടോക്സ് ഗൈസ്. നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നില്ലേ, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ യമനിൽ വധശിക്ഷ കാത്തുകിടക്കുന്ന നിമിഷപ്രിയ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം നിമിഷപ്രിയയുടെ ആ ഒരു ശിക്ഷയ്ക്ക് ഇളവ് ലഭിക്കാനും മോചിപ്പിക്കാനൊക്കെ പറഞ്ഞ് ഒരുപാട് സംഭവങ്ങളൊക്കെ നിങ്ങളിപ്പോൾ കേൾക്കുന്നുണ്ട്. പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനിയാണ്. ടോമി എന്ന ആളെ വിവാഹം കഴിച്ചതിന് ശേഷം യമനിൽ നേഴ്സായിട്ട് ജോലിക്ക് പോയതാണ്. ടോമി അവിടെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യായിരുന്നു. അവിടെ വെച്ചിട്ട് ഒരു ബിസിനസ് പാർട്ട്ണർഷിപ്പ് രീതിയിൽ ഒരു പുതിയൊരു ക്ലിനിക്ക് തുടങ്ങാൻ വേണ്ടി യമൻ പൗരനെ പരിചയപ്പെടുകയും പിന്നീടുണ്ടായ സംഭവങ്ങളൊക്കെയാണ് നിമിഷപ്രിയയെ ഈ ഒരു ദുരന്തത്തിലേക്ക് എത്തിച്ചത്. അപ്പോൾ നിമിഷപ്രിയയ്ക്ക് എന്താണ് യമനിൽ വെച്ച് സംഭവിച്ചത് എന്നാണ് നമ്മുടെ ഇന്നത്തെ ടോക്ക്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. പാലക്കാട് കൊല്ലങ്കോട് തേക്കിൻചിറ സ്വദേശിനി നിമിഷപ്രിയ. കൊല്ലങ്കോട് മാത്തൂരിലെ തോട്ടം കാര്യസ്ഥനായിരുന്ന തൊടുപുഴ സ്വദേശി ടോമിയെ വിവാഹം കഴിച്ച 2012 നിമിഷപ്രിയ യമനിൽ നഴ്സായി ജോലിക്ക് പോകുന്നത്. ഭർത്താവ് സ്വകാര്യ സ്ഥാപനത്തിലും നിമിഷ ക്ലിനിക്കിലും ജോലി നേടി. അതിനിടെ യമൻ പൌരനായ തലാൽ അബ്ദുൾ മഹ്ദിയെ പരിചയപ്പെട്ടു. ഇരുവരും ചേർന്ന് ബിസിനസ് പങ്കാളിത്തത്തോടെ ക്ലിനിക്ക് തുടങ്ങാൻ തീരുമാനിച്ചു. യമൻ പൌരന്റെ ഉത്തരവാദിത്വത്തോടെ അല്ലാതെ ക്ലിനിക്ക് ആരംഭിക്കാനാകില്ല എന്നതിനാലാണ് മഹ്ദിയുടെ സഹായം നിമിഷ തേടിയത്. ബിസിനസ് തുടങ്ങാൻ നിമിഷയും ഭർത്താവും തങ്ങളുടെ സമ്പാദ്യമെല്ലാം മഹ്ദിക്ക് കൈമാറി. ബിസിനസിന് കൂടുതൽ പണം ആവശ്യമുള്ളതിനാൽ നിമിഷയും ഭർത്താവും മിഷേൽ എന്ന മകളുമൊത്ത് നാട്ടിലേക്ക് വന്നു. പിന്നീട് നാട്ടിൽ നിന്ന് യമനിലേക്ക് തിരിച്ചുപോയത് നിമിഷ മാത്രമായിരുന്നു. ബിസിനസ് പച്ചപിടിക്കുമെന്നും മഹ്ദി ചതിക്കില്ലെന്നുമായിരുന്നു അവരുടെ വിശ്വാസം. നിമിഷപ്രിയ പോയതിനു ശേഷം യമനിലേക്ക് തിരിച്ചു പോകാനായിരുന്നു ടോമി ഉദ്ദേശിച്ചത്. പക്ഷേ യമൻ സൗദി യുദ്ധത്തെ തുടർന്ന് ആ യാത്രയും മുടങ്ങി. ബിസിനസ് പങ്കാളി എന്ന നിലയിൽ ആദ്യമാദ്യം മാന്യമായി ഇടപെട്ടിരുന്ന മഹ്ദിയുടെ സ്വഭാവം പിന്നീട് പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് മാറി. മഹ്ദിയുമായി ചേർന്ന് ക്ലിനിക്ക് തുടങ്ങിയ ശേഷം നിമിഷപ്രിയ മഹ്ദിയുടെ ഭാര്യയാണെന്ന് പലരെയും വിശ്വസിപ്പിച്ചു. വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി. പിന്നീട് ഭീഷണിപ്പെടുത്തി മതാചാരപ്രകാരം വിവാഹം നടത്തി. ഇരുവരും ചേർന്ന് ആരംഭിച്ച ക്ലിനിക്കിലെ വരുമാനം മുഴുവൻ തലാൽ മഹ്ദി തട്ടിയെടുത്തു. പാസ്പോർട്ട് കൈവശം വെച്ചു, സ്വർണമെടുത്തു വിറ്റു. അധികൃതർക്ക് പരാതി നൽകിയ നിമിഷപ്രിയയെ മഹ്ദി ക്രൂരമർദ്ദനത്തിന് ഇരയാക്കി. വർഷം 2017. പുതിയതായി തുടങ്ങിയ ക്ലിനിക്കിലെ സാമ്പത്തിക കാര്യങ്ങളിൽ തുടങ്ങിയ തർക്കങ്ങളും മർദ്ദനവും അകൽച്ചയും നിയമ നടപടികളും മഹ്ദിയും നിമിഷപ്രിയയും തമ്മിലുള്ള ബന്ധത്തിൽ ഉലച്ചിൽ കൊണ്ടുവന്നു. തലാൽ തന്നെ വഞ്ചിച്ച ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തെന്ന് നിമിഷയ്ക്ക് മനസ്സിലായി. പാസ്പോർട്ട് പിടിച്ചുവെച്ച് നാട്ടിൽ വിടാതെ പീഡിപ്പിച്ചു. ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇരയാക്കി. തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തി. നിമിഷയുടെ സഹപ്രവർത്തകയായിരുന്ന ഹനാൻ എന്ന യമനി യുവതിയും മഹ്ദിയുടെ മർദ്ദനത്തിന് നിരന്തരം ഇരയായി. പാസ്പോർട്ട് വീണ്ടെടുത്ത് രക്ഷപ്പെടാനുള്ള മാർഗം നിമിഷയ്ക്ക് പറഞ്ഞുകൊടുത്തതും ഹനാനാണ്. അതിനുവേണ്ടി തലാലിന് അമിത ഡോസിൽ മയക്കുമരുന്ന് കുത്തിവെച്ചു. മഹ്ദിക്ക് ബോധം പോയ നേരം പാസ്പോർട്ടും കണ്ടെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ അതിർത്തിയിൽ വെച്ച് പിടിയിലായി എന്നാണ് നിമിഷപ്രിയ കോടതിയിൽ പറഞ്ഞത്. എന്നാൽ ഭർത്താവുമായി യമനിലെത്തി നഴ്സായി ജോലി ചെയ്ത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ, ഒരു ക്ലിനിക്ക് ഇടാൻ യമൻ പൗരന്റെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് നടക്കുള്ളൂ. അപ്പോൾ അവിടെ വെച്ചിട്ട് ബിസിനസ്സിന് വേണ്ടി അവർ തമ്മിൽ പരിചയമാവുകയും അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുകയൊക്കെ ചെയ്ത് പിന്നീട് ഈ പറയുന്ന പുള്ളി ഒരുപാട് സെക്ഷലി നിമിഷപ്രിയ ഉപദ്രവിക്കുകയും അതല്ലാതെ അതിക്രൂരമായി മർദ്ദിക്കുകയും അവരുടെ ഈ വിസയെല്ലാം പാസ്പോർട്ടൊക്കെ മേടിച്ചു വെക്കുകയും അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളിലേക്കൊക്കെ വന്നപ്പോൾ താൻ ചതിക്കപ്പെട്ടു എന്നുള്ളത് നിമിഷപ്രിയയ്ക്ക് മനസ്സിലായി. അപ്പം നിമിഷപ്രിയ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, തനിക്ക് ഈ ഒരു ക്രൂരതയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആളെ ഒന്നും മയക്കിക്കെടുത്തി ഈ പാസ്പോർട്ട് എടുത്ത് രക്ഷപ്പെടാൻ വേണ്ടി ഓവർഡോസ് കൊടുത്തതാണ്. കൂടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ പറഞ്ഞ പ്രകാരമാണ് ചെയ്തത്. പക്ഷെ അതാണ് കോടതിയിൽ നിമിഷപ്രിയ പറഞ്ഞത്. പക്ഷെ അത് ഓവർഡോസായി പുള്ളി മരിച്ചുപോയി എന്നാണ്. പക്ഷെ പിന്നീട് കോടതിയിൽ പോലീസ് തെളിവെടുപ്പൊക്കെ വന്നപ്പോൾ ഈ പറയുന്ന മരിച്ച യമൻ പൗരന്റെ ബോഡികളല്ല, കൈയും കാലും എല്ലാ ഭാഗങ്ങളും വെട്ടി നുറുക്കി വീടിന്റെ മുകളിലെ വാട്ടർ ടാങ്കിൽ നിന്നാണ് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞത് എന്നാണ് കോടതി പോലീസിന് തെളിവെടുപ്പില് മനസ്സിലായത്. മഹ്ദിയുടെ മൃതദേഹം അവർ താമസിച്ചിരുന്ന വീടിന് മുകളിലെ ജലസംഭരണിയിൽ വെട്ടിനുറുക്കിയ നിലയിൽ കണ്ടെത്തിയതാണ് നിമിഷപ്രിയയെ കുടുക്കിയത്.
യമൻ പൗരനായ തലാൽ അബ്ദുൾ മഹ്ദിയുടെ മാനസിക ശാരീരിക പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാനായി മഹ്ദിയെ കൊലപ്പെടുത്തിയെന്നാണ് നിമിഷപ്രിയക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസ്. ജീവൻ അപകടത്തിലാകുമെന്ന ഘട്ടത്തിലാണ് താൻ മഹ്ദിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചതെന്നാണ് നിമിഷപ്രിയയുടെ വാദം. മയക്കുമരുന്ന് കുത്തിവെച്ചതിന് ശേഷം സംഭവിച്ചതിനെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ലെന്നാണ് നിമിഷപ്രിയ കോടതിയിൽ പറഞ്ഞത്. അറബിയിൽ തയ്യാറാക്കിയ കുറ്റപത്രത്തിൽ തന്നെ നിർബന്ധിച്ചാണ് ഒപ്പിടിപ്പിച്ചത്. കോടതിയിൽ ദ്വിഭാഷിയുടെ സേവനം പോലും നിഷേധിക്കപ്പെട്ടു. സംഭവത്തിന് കൂട്ടുനിന്ന ഹനാന് ജീവപര്യന്തവും തനിക്ക് വധശിക്ഷയും വിധിച്ചത് ന്യായമല്ല, മരിക്കണമെന്ന ഉദ്ദേശ്യത്തോടെയല്ല മരുന്ന് കുത്തിവെച്ചത് തുടങ്ങിയ നിമിഷയുടെ വാദങ്ങളൊന്നും എവിടെയും പരിഗണിക്കപ്പെട്ടില്ല. വിചാരണയ്ക്ക് ശേഷം 2018 യമൻ കോടതി ഇവർക്ക് വധശിക്ഷ വിധിച്ചു. അപ്പീൽ പോയെങ്കിലും യമനിലെ അപ്പീൽ കോടതിയും വധശിക്ഷ 2020 ശരിവെക്കുകയാണുണ്ടായത്. ശിക്ഷ ഇളവ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിമിഷപ്രിയയുടെ അമ്മ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുഖേന യമൻ സർക്കാരിന് നിവേദനം നൽകിയിരുന്നെങ്കിലും അതൊന്നും പരിഗണിക്കപ്പെട്ടില്ല. തുടർന്ന് നിമിഷപ്രിയ യമനിലെ സുപ്രീം കോടതിയെ സമീപിച്ചു. നിമിഷപ്രിയയുടെ മോചനത്തിനായി കുടുംബം മുട്ടാത്ത വാതിലുകളില്ല. കുറ്റകൃത്യം നിമിഷപ്രിയ ചെയ്തിട്ടില്ലെന്നും അടിച്ചേൽപ്പിക്കപ്പെട്ടതാണെന്നുമാണ് കുടുംബം അന്നു മുതൽ പറയുന്നത്. നിമിഷപ്രിയ ജയിലിലായതോടെ കേസിനും മറ്റുമായി വീടുൾപ്പെടെയുള്ള സ്വത്തുക്കൾ ഇവർ വിറ്റു. നിമിഷപ്രിയയുടെ വധശിക്ഷ സംബന്ധിച്ച വാർത്ത കേട്ടതുമുതൽ അമ്മയും ഭർത്താവും മകളും മാനസികമായി തകർന്നു. ശിക്ഷയിളവ് ലഭിക്കുന്നതിനായി അപ്പീൽ നൽകാൻ കുടുംബസ്വത്ത് അടക്കം വിറ്റാണ് ബന്ധുക്കൾ കോടതിയിൽ പണം കെട്ടിവെച്ചത്. നിമിഷപ്രിയയ്ക്ക് വിധിച്ച വധശിക്ഷയിൽ എങ്ങനെയെങ്കിലും ഇളവ് മേടിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് പ്രേമകുമാരി എന്ന അമ്മ. അതിനായാണ് ഇന്ന് പ്രേമകുമാരി യമനിലെത്തിയത്. ഈ നിമിഷപ്രിയയ്ക്ക് ഈ വധശിക്ഷയിൽ നിന്ന് ഇളവ് ലഭിക്കാൻ വേണ്ടി, മരണത്തിൽ നിന്ന് ഇളവ് ലഭിക്കാൻ വേണ്ടി വീട്ടിലെ സ്വത്തും കാര്യങ്ങളും വീടും എല്ലാം വിറ്റ് ഭർത്താവും മകളും നിമിഷപ്രിയയുടെ അമ്മയും എല്ലാവരും ചെയ്യാവുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പുറം നാടുകളിലൊക്കെ നിയമങ്ങൾക്ക് നമുക്ക് ഇവിടെ ഇരുന്ന് ചെയ്യുന്നതിലൊരു പരിധികളൊക്കെ ഉണ്ട്. അപ്പോൾ നിമിഷപ്രിയയുടെ അമ്മ ഇന്ന് യമനിൽ എത്തി അവരുടെ ഈ പറയുന്ന യമൻ പൗരനെ എൻ്റെ വീട്ടിൽ പോയി അവരുമായി സൗഹൃദം സ്ഥാപിച്ച് അവർക്കൊപ്പം ഇരുന്ന് അവർക്ക് മനസ്സലിഞ്ഞ് ഈ വധശിക്ഷ എന്നുള്ളത് ഒഴിവാക്കണ കാര്യങ്ങളെല്ലാം അവരാണ് തീരുമാനിക്കേണ്ടത്. അപ്പം അതിനുവേണ്ടി ഇന്ന് നിമിഷപ്രിയയുടെ അമ്മ യമനിൽ എത്തിയിട്ടുണ്ട്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നിമിഷപ്രിയനെ അമ്മ യമൻ ജയിലിൽ വെച്ച് കണ്ടു. വൈകാരികമായ നിമിഷങ്ങളായിരിക്കുമെന്ന് നമുക്കറിയാം. പക്ഷെ മൊബൈൽ ഫോൺസോ ക്യാമറ ഒന്നും അവിടെ അല്ലാത്തതുകൊണ്ട് അതൊന്നും പുറത്തു വന്നിട്ടില്ല. ഇനി യമൻ വീട്ടിൽ മരിച്ച യമൻ പൗരൻ്റെ വീട്ടുകാരുമായി ഈ സംസാരവും ഒരു സൗഹൃദവും ഉണ്ടാക്കി എടുത്ത് അവിടെ താമസിച്ച് ഒരു ദിവസം അവിടെ താമസിച്ചതിന് ശേഷം അവർക്ക് മനസ്സിലറിവ് തോന്നി അവരെടുക്കുന്ന തീരുമാനമായിരിക്കും ഇനി അവിടെ നിന്ന് അങ്ങോട്ട് നിമിഷപ്രിയയ്ക്ക് സ്വന്തം ഒരു ജീവൻ രക്ഷിക്കാൻ ചെയ്തു കൂട്ടിയതാണ്, മരിക്കാൻ വേണ്ടി ചെയ്തതല്ല എന്നുള്ള ഈ ഒരു കാര്യം അങ്ങനെ ഒരു പരിഗണനയൊക്കെ കൊടുക്കോ ഇല്ലയോ, അല്ലെങ്കിൽ അതിനു വേണ്ടി നിമിഷപ്രിയയുടെ അമ്മ യമനിൽ എത്തിയിട്ടുണ്ട്. അബ്ദുൾ റഹീമിന്റെ കേസ് ഇപ്പൊ ഇതുപോലെ ആയിരുന്നു ഉണ്ടായിരുന്നത്. തൂക്കുകടയിൽ നിന്ന് 34 കോടി മോചന ദ്രവ്യം കൊടുക്കാം നമ്മളെ എല്ലാവരും ഒത്തുചേർന്ന് ലോക മലയാളികളെല്ലാം ഒത്തുചേർന്ന് ആ പൈസ ഉണ്ടാക്കിയും അത് കൊടുത്ത് അവനെ തൂക്കരുന്ന് രക്ഷിക്കാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നടന്നത്. ഇപ്പോൾ നിമിഷപ്രിയയും അതുപോലെ ആയിട്ട് വന്ന് നിൽക്കുകയാണ്. അബ്ദുൾ റഹീം ചെയ്തത് ഒരു അബദ്ധമല്ല. സൗദി ന്യൂസിലെല്ലാം വന്ന പ്രകാരം വയ്യാത്ത ശരീരത്തിന് താഴേക്ക് വയ്യാത്ത ആ കുട്ടി മുഖത്തേക്ക് തുപ്പിയപ്പോൾ ഉണ്ടായ ആ ഒരു ദേഷ്യത്തിൽ അവനെ മനഃപൂർവ്വം കഴുത്ത് ഞെരിച്ച് കൊന്നതാണ് എന്നാണ് സൗദി റിപ്പോർട്ടിൽ അവിടുത്തെ റിപ്പോർട്ടേഴ്സൊക്കെ പറഞ്ഞിരിക്കുന്നത്. മനഃപൂർവ്വം ചെയ്തിട്ടുള്ളതാണ്. അത് ചെയ്തു എന്നതിന് ഉപരി അവർ പിന്നീട് ഒരു ബന്ധുവിനെ എല്ലാം വിളിച്ച് ഈ പറയുന്ന വേറൊരു കഥ ചമച്ചുണ്ടാക്കി വേറെ കുറേ ആളുകൾ വന്ന് ഇവരെ ഉപദ്രവിക്കുകയും ആ ഉപദ്രവിക്കുന്നതിൻ്റെ ഇടയിൽ ഇത് കൈതട്ടി ഈ ഇവിടുത്തെ ട്യൂബ് പോയതാണെന്നും അങ്ങനെ അബോധാവസ്ഥയിലാണെന്നും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നീട് അവർ ഒരു ചമച്ച ഒരു കഥയും കൂടി ഇതിൽ വന്നായിരുന്നു. അപ്പോൾ സൗദിയിൽ കോടതി
അത് തെളിയിക്കപ്പെടണം. നമ്മുടെ നാട്ടിൽ CCTV വരുന്നതിനേക്കാളൊക്കെ മുന്നേ പുറനാടുകളിൽ ഈ പറയുന്ന CCTVയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞ പ്രകാരമുള്ള ഒരു കാര്യ തെളിവുകളോ ഒന്നും അവിടെ നിന്ന് അവർക്ക് കിട്ടിയിട്ടില്ല. ഇത് മനഃപൂർവ്വം ചെയ്ത് തന്നെയാണ് എന്ന് തെളിഞ്ഞിട്ടുണ്ട്. സൗദി അവിടുത്തെ റിപ്പോർട്ട് പ്രകാരമൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ഈ റഹീമിന് അബദ്ധത്തിൽ പറ്റിയതല്ല, പുള്ളി മനഃപൂർവ്വം അത് ക്രിയേറ്റ് ചെയ്തതാണ്. അത് മറയ്ക്കാൻ വേറൊരു കള്ളവും കൂടിയായി. അതാണ് അവരെ വീട്ടുകാരെയും ഇത്രയും പ്രകോപിപ്പിച്ചത്. പക്ഷെ തനിക്കൊരു അബദ്ധം പറ്റിയതായിരുന്നെങ്കിൽ അത് സമ്മതിച്ച് മാപ്പ് പറഞ്ഞിരുന്നെങ്കിൽ പുള്ളി എനിക്ക് ഇത്രയും ശിക്ഷയൊന്നും 18 വർഷം അനുഭവിക്കേണ്ടി വരും. പക്ഷെ വരില്ലായിരിക്കാം. പക്ഷെ അവരെ വീട്ടുകാരെ ഇത്രയും പ്രകോപിപ്പിച്ചത് വയ്യാത്ത ഒരു ആളെ, ഒരു കുട്ടിയെ ഇങ്ങനെ, അവൻ വയ്യാത്ത ഒരാളാണ്. അപ്പോൾ അവൻ ദേഷ്യപ്പെടുക, വയലന്റ് ആവി അല്ലെങ്കിൽ തുപ്പി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് തിരിച്ച് അവനെ കൊന്നു, മനഃപൂർവ്വം കഴുത്ത് ഞെക്കി ശ്വാസം പിടിച്ച് കൊന്നു എന്നാൽ ഇത് ചെയ്തത് അവർക്ക് അത് ചെയ്യുക മാത്രമല്ല, അത് മറയ്ക്കാൻ മറ്റൊരു കള്ളക്കഥ ഉണ്ടാക്കുകയും ചെയ്തതാണ് എന്നൊക്കെ ഇപ്പോൾ ഒരുപാട് റിപ്പോർട്ടൊക്കെ പുറത്തു വരുന്നുണ്ട്. നിമിഷപ്രിയയുടെ കാര്യത്തിലും നിമിഷപ്രിയ ഹനാൻ പറഞ്ഞ പ്രകാരം ഉള്ള ഒരു കാര്യം രക്ഷപ്പെടാൻ ചെയ്തതാണ്. അപ്പോൾ കുത്തിവെച്ച ഡോസ് കൂടിപ്പോയി, മരിക്കാൻ വേണ്ടി ചെയ്തതല്ല, മയങ്ങണ സമയത്ത് പാസ്പോർട്ട് എടുത്ത് പോകാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് പറയുന്നത്. പക്ഷെ പിന്നീട് ഈ പറയുന്ന വാട്ടർ ടാങ്കിൽ ഈ പറയുന്ന യമൻ പൗരൻ്റെ ബോഡിയെല്ലാം വെട്ടിനുറുക്കി കഷ്ണങ്ങളായി കണ്ടെത്തിയത് എല്ലാം നിമിഷപ്രിയയ്ക്ക് എതിരായി മാറി. ഇപ്പം എന്തായാലും നിമിഷപ്രിയയ്ക്ക് ഇളവ് ലഭിക്കുമോ എന്നുള്ളത് നമുക്കിനി കാണാം. അതിനുവേണ്ടി എല്ലാവർക്കും പ്രാർത്ഥിക്കാം. തെറ്റ് ചെയ്തവരുണ്ടെങ്കിൽ അതിൻ്റെ ശിക്ഷ അനുഭവിക്കണം. എന്നാലും നമ്മൾ അവർ മനസ്സുണ്ടെങ്കിലും ഒരുപാട് ഉരുകി തീർന്നിട്ടുണ്ടാവാം. നിമിഷപ്രിയയെ യമൻ പൗരൻ്റെ വീട്ടുകാർ മാപ്പ് കൊടുക്കുകയോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കി കാണാം. അടുത്ത നല്ലൊരു ടോക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.